നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു കൃഷ്ണാനുഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഭഗവാനെ തൊഴുതിന് ശേഷം ഞാൻ ഭൂമിദേവിയെ തൊഴും. ഇതെൻ്റെ അമ്മയിൽ നിന്നുള്ള ഒരു പഠിപ്പാണ് കേട്ടോ. ഭൂമിദേവിയെ തൊഴുന്നത് എന്തിനാണ്? ഭൂമിദേവിയുടെ അത്ര തന്നെ ക്ഷമ ഉണ്ടാവണേ എന്ന് വിചാരിക്കാനാണ് അത്ര നമ്മൾ ഭൂമിദേവിയെ തൊഴുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കുറച്ച് മനസ്സ് വിഷമായിട്ട് ഇരിക്കുന്ന ഒരു ദിവസമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കയറ്റവും ഇറക്കവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് എല്ലാവരുടെ ജീവിതത്തിലും അനുഭവപ്പെടും. അതുപോലെ എനിക്കും എൻ്റെ ജീവിതത്തിലും അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ പതിവിൽ നേരത്തെ ഉറങ്ങാൻ കിടന്നു രാത്രി. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അങ്ങനെ ഉറക്കം കിട്ടിയില്ല. എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ നേരിയ ഒരു വിഷമം ഉണ്ടായിരുന്നു. സാധാരണ വിഷമം എന്ന് പറഞ്ഞാൽ അടുത്ത് കൂടെ പോയാൽ ഞാൻ അതന്നെ മനസ്സിലിട്ട് ഇങ്ങനെ പുകയ്ക്കാറുണ്ട്. ഇപ്പം ഞാൻ അതൊക്കെ കുറേ മാറ്റങ്ങൾ നിർത്തി ജീവിതത്തിൽ. എന്താ വെച്ചാൽ നമ്മളുടെ ശരീരത്തിന് പല അസുഖങ്ങളും വരും. അങ്ങനെ എല്ലാം മനസ്സിൽ വെച്ച് ഇങ്ങനെ നീറി പുകഞ്ഞാൽ അങ്ങനെ അറിയാതെ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഉറക്കത്തിലേക്ക് വഴുതി വീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഭഗവാൻ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു, ഗുരുവായൂരപ്പൻ. അത് ചുവപ്പും നീലിയുമുള്ള ഒരു ലൈറ്റായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ശരിക്കും ഭഗവാനെ എനിക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഞാൻ ഭഗവാനെ കണ്ട ഒരു അനുഭവം തന്നെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ട് എന്നോട് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അഷ്ടോത്തരം കേൾക്കൂന്ന്. അപ്പം ഞാൻ എന്താണെന്ന് ചോദിക്കുന്നത്. പിന്നെ ഭഗവാൻ അങ്ങോട്ട് അപ്രത്യക്ഷമായി. ഈ അഷ്ടോത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷമായതും ഞാൻ ഉണർന്നു. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. ഉടനെ ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് അഷ്ടോത്തരം എന്നുള്ള വാക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചു. രാവിലെ ആകുമ്പോൾ ഞാൻ മറന്നുപോയി ആലോചിച്ചിട്ട്. രാവിലെ ഞാൻ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കി എന്താണ് ഈ അഷ്ടോത്തരം. അഷ്ടോത്തരം എന്ന് പറഞ്ഞാൽ ഒരു ശ്ലോകമാണ്. അതായത് നമ്മൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്ലോകമാണ് അഷ്ടോത്തരം. എന്നോട് ഭഗവാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അഷ്ടോത്തരം കേൾക്കൂന്ന്. ഈ അഷ്ടോത്തരം ഞാൻ സ്വപ്നം കണ്ട പിറ്റേ ദിവസം മുതൽ രാവിലെയും വൈകുന്നേരവും കേൾക്കാൻ തുടങ്ങി യൂട്യൂബിൽ. അവിടെ നിന്ന് ഒരു മിറാക്കിൾ പോലെ ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് നല്ലൊരു ന്യൂസ് വരികയാണ്. എല്ലാം കൊണ്ടും നമ്മളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടു എന്നുള്ള നിലയിലുള്ള ഒരു ന്യൂസ്. അഷ്ടോത്തരം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയെ പറ്റിയിട്ടുള്ള ഒരു ശ്ലോകമാണ് കേട്ടോ. നമ്മൾക്ക് ജീവിതം വളരെ സ്മൂത്തായി മുന്നോട്ട് പോകാനും ജീവിതത്തിൽ ഒരു ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാനും മഹാലക്ഷ്മി നമ്മളുടെ വീട്ടിൽ വിളയാടാനും വേണ്ടിയിട്ട് അഷ്ടോത്തരം എല്ലാവരും വീട്ടിൽ വെക്കുക വളരെ നല്ലതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് എൻ്റെ ജീവിതം അങ്ങോട്ട് മാറ്റിമറിക്കുക എന്ന് പറയില്ലേ, അങ്ങനൊരു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മിറാക്കിൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ ഇത് ആരുടെ മുന്നിലും വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കത് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത കാരണമാണ്. എനിക്കും ഭഗവാനും എൻ്റെ ഫാമിലിക്കും മാത്രമേ അത് അറിയുള്ളൂ. അങ്ങനെ എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. എനിക്കത് മറക്കാൻ പറ്റില്ല. പല വിഷമഘട്ടങ്ങളിലും എൻ്റെ കൂടെ നിന്ന ഭഗവാനെ ഞാൻ എപ്പോഴും മനസ്സിൽ സ്തുതിക്കാറുണ്ട്. ഒരിക്കലും എനിക്ക് ഭഗവാനോടുള്ള കടപ്പാട് മറക്കാൻ പറ്റില്ല. ഇതെനിക്ക് നിങ്ങളോട് പറയണം തോന്നി. എനിക്കുണ്ടായ ഒരു അനുഭവമാണത്. എന്തായാലും നിങ്ങളും ഈ അഷ്ടോത്തരം ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. എല്ലാവർക്കും വീട്ടിൽ ഒരു തരത്തിലുള്ള കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ വരില്ല. ദുരിതങ്ങളൊക്കെ അകന്നു പോകും. ഇനി ഞാൻ അധികം പറഞ്ഞിട്ട് ആരെയും ബോറടിപ്പിക്കണില്ല. എൻ്റെ ഈ അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചിട്ടില്ല വെച്ചാൽ എനിക്ക് വല്ലാത്തൊരു വിഷമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചത്. എല്ലാവർക്കും നല്ലത് വരട്ടെ.